എ സിക്ക് കൂളിംഗ് ഇല്ലെന്ന് കസ്റ്റമർ വിളിച്ചു പറഞ്ഞു. നമ്മൾ പോയി ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച ഞങ്ങളെ കാണിച്ചു തരാം. ഔട്ട്ഡോറിൻ്റെ എടുക്കുന്നുണ്ട്, ഔട്ട്ഡോർ അടിപൊളിയായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ അതെ ഫാന് എടുക്കുന്നില്ല, ഫാന് വർക്ക് ചെയ്യുന്നില്ല. കംപ്രസർ ഓവറായിട്ട് ഹീറ്റായിട്ട് കംപ്രസർ ഒരു രക്ഷയില്ലാത്ത സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഫാൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് കണ്ടൻസേഷൻ നടക്കാതെ കംപ്രസർ സെൻസ് ചെയ്തിട്ട് കട്ട് ഓഫ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അഴിച്ച് നോക്കാം. ഒരു 3-4 സ്ക്രൂ ഉണ്ട്, സ്ക്രൂസുകൾ നമുക്ക് അഴിച്ചിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കയറിയിട്ടുണ്ടെന്നുള്ളൊരു തെളിവ് അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഭാഗത്തൊക്കെ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ എന്തൊക്കെയോ കയറിയിട്ടുണ്ട്, താണ്ടില്ല എന്തൊക്കെയോ അതിനകത്തുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നത്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ മിസ്റ്റേക്ക്. എലിയാണോ അണ്ണാനാണോ എന്താണെന്ന് അറിയത്തില്ല. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇതിനകത്തൂടെ എങ്ങനെ കയറിയെന്നൊരു പിടുത്തമില്ല. കാരണം ടോപ്പ് കവർ വരുന്നുണ്ട്. ആ ടോപ്പ് കവർ വന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറി എത്രമാത്രം വയറൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഇതാണ്ടല്ലേ, എലിയല്ല എന്ന് 100% ഉറപ്പ്. വേറെ എന്തൊക്കെയോ ആണ് കയറിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, എന്താണെന്നറിയത്തില്ല. എന്നാലും നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വയറൊക്കെ കറക്റ്റായിട്ട് തന്നെ കളർ കോഡ് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് അത്യാവശ്യം ഒരു സേഫ്റ്റി ആയിട്ട് ഇത് കയറാത്ത രീതിയിൽ നമുക്ക് ഇനി കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമുക്കൊന്ന് ചെയ്ത് വെക്കാനായിട്ട്. എന്തായാലും ഞാനൊന്ന് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഫാന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫാന് ചിലപ്പോൾ ഈ വർക്ക് ചെയ്യാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സ്ട്രക്കായി പോകും. അങ്ങനെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 3-4 പ്രാവശ്യം ഇൻസുലേഷനൊക്കെ ചെയ്തിട്ട് ഇനി കട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ കുറച്ച് താഴത്തേക്ക് വെച്ചിട്ട് ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് മെഷീൻ ഓടിച്ച് നോക്കാം എങ്ങനെ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഫാനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്, കണ്ടൻസേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു മിസ്റ്റേക്ക്. ആ വയർ കട്ട് ചെയ്തായിരുന്നു കുഴപ്പം വന്നിരുന്നത്. അതുകൊണ്ടാണ് കൂളിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത്. എന്നാലും കൂളിങ്ങൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതൊരു ഗുഡ് ബൈ.